സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ ഭ്രമം തുടരുന്നു. പിറ്റേന്ന് കോളേജിൽ ചെന്നപ്പോൾ അന്നമ്മ ജോസഫിൻ്റെ നമ്പർ മരിയ റോസ് അവൾക്ക് കൊടുത്തു. സൗകര്യം പോലെ അവളെ ഒന്ന് വിളിക്കേ. ആ ടീച്ചർ ക്ലാസ്സിലാണെങ്കിലോ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വിളിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഉച്ചയ്ക്ക് 1:30 അവൾ അന്നമ്മ ജോസഫിനെ വിളിച്ചു. ഹലോ അഞ്ജലി, മരിയ പറഞ്ഞിരുന്നു അഞ്ജലി വിളിക്കുമെന്ന്. ഡോണ്ട് വറി, നമുക്കൊന്നിച്ച് പോകാം. ഒരു കൂട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനും. ചിരപരിചിതയെ പോലെ സൗഹാർദ്ദപൂർവ്വം അന്നമ്മ ജോസഫ് സംസാരിച്ചപ്പോൾ അവൾക്ക് സമാധാനമായി. ടീച്ചർ എങ്ങനെയാണ് പോകുന്നത്? ട്രെയിനിലോ ബസ്സിലോ? അവൾ ചോദിച്ചു. നമുക്ക് ട്രെയിനിൽ പോകാം, അതാണ് സുഖം. 17th മൺഡേ അല്ലേ കോഴ്സ് തുടങ്ങുന്നത്? നമുക്ക് ഫ്രൈഡേ പോകണം. പിറ്റേന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തും. അവിടുന്ന് ലോക്കൽ ട്രെയിനിൽ മൈസൂറിലേക്ക് പോകാം. ടീച്ചർക്ക് പരിചയമുണ്ടോ അവിടെയൊക്കെ? വായിൽ നാക്കല്ലേ കിടക്കുന്നത്, നമുക്ക് ചോദിച്ചറിഞ്ഞു പോകാം. ഫ്രൈഡേ ഐലൻഡ് എക്സ്പ്രസ്സിൽ ബർത്ത് റിസർവ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാം. അപ്പോൾ തൊട്ടടുത്ത ബർത്തുകൾ കിട്ടുമല്ലോ. അഞ്ജലി ഇങ്ങ് പോന്നാൽ മതി. വൈകുന്നേരം 6 മണിക്ക് ടൗൺ സ്റ്റേഷനിലാണ് വണ്ടി എത്തുന്നത്. താങ്ക് യു ടീച്ചർ. എൻ്റെ പേര് അന്നമ്മ ജോസഫ് എന്നാണെങ്കിലും അഞ്ജു എന്നാണ് അടുപ്പമുള്ളവർ വിളിക്കാറുള്ളത്. അതാണ് എനിക്കിഷ്ടവും. താങ്ക്സ് അഞ്ജു. അഞ്ജലിയുടെ കറക്റ്റ് നെയിം ആൻഡ് ഏജ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരൂ. ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ്, 2nd AC-യിൽ. ഇപ്പോൾ തന്നെ അയക്കാം. അഞ്ജലിയും അഞ്ജുവും നമ്മുടെ പേരിൽ ഒരു സാമ്യമുണ്ടല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആ സാമ്യം കാണും. അത് പറഞ്ഞ് അന്നമ്മ ജോസഫ് ചിരിച്ചു. അഞ്ജലിയും ചിരിച്ചു. ശരി, ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ വിളിക്കാം. അഞ്ജലി അപ്പോൾ തന്നെ അവരുടെ പേരും വയസ്സും അയച്ചു കൊടുത്തു. ഒരിക്കൽ സംസാരിച്ചാൽ ആരും അവളെ ഇഷ്ടപ്പെടും. മിടുക്കിയാണ്. എന്ത് കാര്യവും അവൾ സാധിച്ചെടുക്കും. ഇമ്പോസിബിൾ എന്നൊരു വാക്ക് അവളുടെ ഡിക്ഷണറിയിലില്ല. അന്നമ്മ ജോസഫിനെ വിളിച്ച കാര്യം അറിഞ്ഞപ്പോൾ മരിയ റോസ് പറഞ്ഞു. സന്തോഷത്തോടെയാണ് അഞ്ജലി അന്ന് വീട്ടിലെത്തിയത്. സൗദാമിനി അമ്മ ഉണ്ടാക്കി കൊടുത്ത ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ കാർ ഗേറ്റ് കടന്ന് കയറി വന്നു. പരിചയമുള്ള കാറാണല്ലോ എന്ന് അവൾക്ക് തോന്നി. മുറ്റത്ത് വന്നു നിന്ന വണ്ടിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനിറങ്ങി. പെട്ടെന്ന് അവൾക്ക് ആളിനെ മനസ്സിലായി. പഞ്ചവടി വേണുഗോപാലൻ ചിറ്റപ്പൻ്റെ മരുമകൻ ദിനേശൻ. അച്ഛനും അമ്മയും ഗുരുവായൂരിൽ പോയിട്ട് വന്നത് ദിനേശൻ്റെ ഈ വണ്ടിയിലായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ അഞ്ജലി? അയാൾ ചിരിച്ചുകൊണ്ട് കയറി വന്നു. പിന്നില്ലയോ? ദിനേശൻ തനിച്ചാണോ? വീട്ടിൽ നിന്ന് ആരുമില്ലേ? ആദിത്യ മര്യാദയോടെ അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ PWD ഓഫീസിൽ വന്നതാ. എൻ്റെ ഒരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. പ്രേംശങ്കർ സാറിനെ കാണാൻ പറ്റിയില്ല. ഏതോ വർക്ക് സൈറ്റിൽ പോയതാണെന്ന് പറഞ്ഞു. ദിനേശൻ കയറിയിരിക്കൂ, അവൾ ക്ഷണിച്ചു. ഇല്ല അഞ്ജലി, സമയമില്ല. ഇനി അങ്ങുവരെ ചെല്ലണ്ടേ? രാത്രി 8 മണിയാകും. ഞങ്ങൾ ഇന്നലെ മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നു. എസ്റ്റേറ്റ് മാനേജർ എൻ്റെ ഫ്രണ്ടാണ്. അവൻ കുറച്ച് സാധനങ്ങൾ തന്നു. അച്ഛൻ പറഞ്ഞു അതിൽ കുറച്ച് ഇവിടെ വന്ന് അഞ്ജലിക്ക് തരാൻ. എന്ത് സാധനമാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ദിനേശൻ ഡ്രൈവറെ വിളിച്ച് കാറിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ഡ്രൈവർ ഒരു കാർഡ്ബോർഡ് പെട്ടിയും ഒരു കൂട നിറയെ ഓറഞ്ചും എടുത്തുകൊണ്ടുവന്നു. തേയിലത്തോട്ടത്തിലെ ഓറഞ്ച് മരത്തിൽ നിന്ന് പറിച്ചെടുത്ത ഓറഞ്ചാ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും തേൻ മധുരമാ, ദിനേശൻ പറഞ്ഞു. കാർഡ്ബോർഡ് ബോക്സിൽ വലിയ 4 കുപ്പി തേനും 2 കുപ്പി പുൽത്തൈലവും ഉണ്ടായിരുന്നു. മോൾക്ക് എന്നും ഓരോ സ്പൂൺ തേൻ കൊടുക്കണം. ബുദ്ധിവികാസവും ശരീരപുഷ്ടിയും ഉണ്ടാകും. മധുമതിയെ നോക്കി അയാൾ പറഞ്ഞു. ഇരിക്കൂ, ചായ കുടിച്ചിട്ട്. അഞ്ജലി വീണ്ടും പറഞ്ഞു. അടുത്ത തവണയാകട്ടെ, ഇപ്പോൾ പോകാൻ തിരക്കുണ്ട്. സാർ വരുമ്പോൾ പറഞ്ഞിരുന്നാൽ മതി. ദിനേശൻ അപ്പോൾ തന്നെ പോയി. നല്ല സ്നേഹമുള്ള കൊച്ചനാ, എനിക്കറിയാം. അവൻ്റെ അമ്മ ശ്രീകുമാരിയെ തറവാട്ടിൽ പിറന്നവളാ. സന്തോഷത്തോടെ സൗദാമിനിയമ്മ തേനും പുൽത്തൈലവും എടുത്ത് അകത്ത് കൊണ്ടുചെന്ന് വെച്ചു. പ്രേംശങ്കർ വന്നപ്പോൾ അഞ്ജലി അക്കാര്യം അയാളോട് പറഞ്ഞു. അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നീ അത് വാങ്ങാൻ പാടില്ലായിരുന്നു. അതെന്താ? എൻ്റെ ഡിവിഷനിൽ അയാൾ ഒരു വർക്ക് ടെൻഡർ പിടിച്ചിട്ടുണ്ട്, 14 കോടിയുടെ. അതിൻ്റെ ബില്ല് എൻ്റെ ടേബിളിലും വരും. എന്തെങ്കിലും ക്രമക്കേട് റോഡ് പണിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ബില്ല് ഒബ്ജക്റ്റ് ചെയ്യേണ്ടി വരും എനിക്ക്. അയാൾ പറഞ്ഞത് അഞ്ജലിക്ക് മനസ്സിലായി. പക്ഷേ പ്രേം, ദിനേശൻ നമ്മുടെ ഒരു ബന്ധുവാണ്.
വേണുഗോപാലൻ ചിറ്റപ്പൻ പറഞ്ഞിട്ടാണ് അയാൾ അതിവിടെ കൊണ്ടുവന്ന് തന്നത്, അല്ലാതെ കൈക്കൂലിയൊന്നുമല്ല. എങ്കിലും അവൾ വാദിച്ചു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകരുത്. ഇല്ല, അവൾ അക്കാര്യം സൗദാമിനിയമ്മയോട് പറയാതിരുന്നില്ല. അത് കേട്ടപ്പോൾ അവർക്ക് രസിച്ചില്ല. പ്രേം സാർ മോളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. സാറിൻ്റെ പിടിപ്പുകേടുകൊണ്ടാ, അല്ലെങ്കിൽ എത്ര ലക്ഷം സമ്പാദിക്കാമായിരുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക്. പീതാംബരത്തെ രാജ്മോഹൻ വെറും അസിസ്റ്റൻ്റ് എഞ്ചിനീയറാ. അവൻ 7 ഏക്കർ റബ്ബർ തോട്ടവും ടൗണിൽ 2 ഇരുനില വീടും 3 കാറുകളും മേടിച്ചിട്ടുണ്ട്. അത്തരം കാശൊന്നും നമുക്ക് വേണ്ട സൗദാമി, അഞ്ജലി പറഞ്ഞു. പിറ്റേന്ന് ഞായർ കോളേജിലെ ഒരു സ്റ്റാഫിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ മധുമതിയെയും കൊണ്ട് അവൾ 10 മണിയായപ്പോൾ പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ സ്കൂട്ടറിൽ അശ്വതി വന്നു. അവളെ മുമ്പ് സൗദാമിനിയമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അഞ്ജലി ആൻറ്റിയെ കാണാൻ വന്നതാ ഞാൻ. സൗദാമിനിയമ്മയുടെ തുറിച്ചു നോട്ടം കണ്ട് അവൾ പറഞ്ഞു. അഞ്ജലി മോൾ ഒരു കല്യാണത്തിന് പോയേക്കുവാ. പ്രേമങ്കിളോ? സാറുണ്ട്. ഇറുകിയ ടീഷർട്ട് കണ്ട് അവർക്ക് അരിശം വന്നു. ഒന്ന് വിളിക്കാമോ? സാർ മോളിലാ. ഇളക്കക്കാരി പെണ്ണിനെ അവർ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ ഞാൻ പോയി കണ്ടോളാം. അശ്വതി മുകളിലേക്ക് സ്റ്റെയർ കേസ് ഓടി കയറി പോകുന്നത് അവിശ്വാസത്തോടെ സൗദാമിനിയമ്മ നോക്കി നിന്നു. സാർ അവിടെ തനിച്ചാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ബെഡ്റൂമിലേക്ക് കയറി വന്ന അശ്വതിയെ കണ്ട പ്രേംശങ്കർ അറിയാതെ ഒന്ന് ഞെട്ടി. ജനാലയുടെ അടുത്തേക്ക് കസേര നീക്കിയിട്ടിരുന്ന് ഒരു നോവൽ വായിക്കുകയായിരുന്നു അയാൾ. അല്ല, ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നോ കള്ളൻ? അയാളെ കണ്ടുപിടിച്ചതുപോലെ ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു. ബുക്ക് അടച്ചു വെച്ച് അയാൾ അവളെ ഒന്ന് നോക്കി. ജീൻസും ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം. കണ്ണുകളിൽ കുസൃതി ചിരി. ഞാനൊരു നോവൽ വായിക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു. നോക്കട്ടെ. അവൾ കൈനീട്ടി. അയാൾ ആ പുസ്തകം അവൾക്ക് കൊടുത്തു. ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്. അവൾ അതിൻ്റെ പേര് വായിച്ചു. അഞ്ജലി അവരുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ, അയാൾ പറഞ്ഞു. കണ്ടിട്ട് ലവ് സ്റ്റോറിയാണെന്ന് തോന്നുന്നില്ലല്ലോ അങ്കിൾ, അശ്വതി പറഞ്ഞു. നിനക്ക് ലവ് സ്റ്റോറിയാണ് ഇഷ്ടം അല്ലേ? അതല്ലേ രസം. അവിടെ സ്കൂൾ ലൈബ്രറിയിൽ ചാൾസ് ഡിക്കൻസിൻ്റെയും ടോൾസ്റ്റോയുടെയും ഹെമിംഗ്വേയുടെയും ഒക്കെ നോവൽസാണുള്ളത്. പക്ഷെ ആരും അതൊന്നും എടുക്കത്തില്ല. മിടുക്കി കുട്ടികൾ, അയാൾ പരിഹസിച്ചു. കളിയാക്കണ്ട, ഞങ്ങൾ ഒന്നാം തരം വായനക്കാരാണ്. എല്ലാ സാറ്റർഡേയ്സിലും ടൗണിൽ പോകാനുള്ള പെർമിഷനുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പായി ഹോസ്റ്റലിൽ നിന്നിറങ്ങും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ഫുട്പാത്തിൽ സെക്കൻഡ് ഹാൻഡ് ബുക്സ് ഇങ്ങനെ അട്ടയട്ടിയായി അടുക്കി വെച്ചിരിക്കും. ഞങ്ങൾ അവിടുന്ന് 4ഉം 5ഉം വീതം നോവൽസ് വാങ്ങാറുണ്ട്, അവൾ പറഞ്ഞു. എന്ത് നോവൽസ്? പൾപ്പ് ഫിക്ഷൻ. പ്രേംശങ്കർ പൊട്ടിച്ചിരിച്ചു. നിനക്കൊക്കെ അതുമാത്രമേ ദഹിക്കൂ. നമുക്ക് വായിക്കാൻ താല്പര്യമുള്ളതല്ലേ നമ്മൾ വായിക്കൂ. കുറച്ച് റൊമാൻസ്, ഇത്തിരി സെൻറ്റിമെൻറ്റ്സ്, മേം പൊടിക്ക് സെക്സ്, ഇതൊക്കെയാണ് ഞങ്ങൾക്കിഷ്ടം. 100 രൂപയ്ക്ക് 3 ബുക്സ് കിട്ടും. ഒരാഴ്ചത്തേക്ക് അത് മതി. റൊമാൻസ് ഈ പ്രായത്തിൽ നന്നായി രസിക്കും, അത് കുഴപ്പമില്ല. പക്ഷേ മേമ്പൊടിയൊന്നും ഇല്ലാതിരിക്കുന്നതാ നല്ലത്, അയാൾ ഉപദേശിച്ചു. അങ്കിൾ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? കാലം മാറിയത് അറിഞ്ഞില്ലേ? അവൾ ചോദിച്ചു. നീ എന്താ അങ്ങനെ ചോദിച്ചത്? താനൊരു പഴഞ്ചനാണെന്ന് അവൾ സൂചിപ്പിച്ചത് അയാൾക്ക് ദഹിച്ചില്ല. 9th പഠിക്കുമ്പോൾ തന്നെ സ്കൂളിലെ ചേച്ചിമാർ ഞങ്ങൾക്ക് മൊബൈലിൽ പോൺ വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട്. അയാൾ ഞെട്ടിപ്പോയി. അച്ചു, നീ വെറും കുട്ടിയാണ്. അതൊന്നും കാണാനുള്ള സമയമായിട്ടില്ല. അപകടം പിടിച്ച ഒരു പ്രായത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. തൽക്കാലം പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. നൗ ഐ എം 17. കവികൾ പറയുന്നത് പോലെ സ്വീറ്റ് 17, മധുര 17. അശ്വതി പൊട്ടിച്ചിരിച്ചു. താഴെ കിച്ചണിൽ നിന്നുകൊണ്ട് സൗദാമിനിയമ്മ ആ ചിരി കേട്ടു. ഒക്കെ ഒരു ടൈം പാസ് മാത്രമാ അങ്കിളെ. പക്ഷേ ഈ പ്രായത്തിൽ ഒന്ന് പ്രേമിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് അതിൻ്റെ രസം അറിയാൻ പറ്റും? മാരേജ് കഴിഞ്ഞോ? എങ്കിൽ പിന്നെ അയാൾ ഓടിച്ചിട്ട് തല്ലില്ലേ? അവൾ വീണ്ടും ചിരിച്ചു. നീ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? പ്രേംശങ്കർ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അങ്കിൾ അത് വിശ്വസിക്കുകയില്ല. കുസുമൻ ചേച്ചി ഒന്ന് വിളിക്കണമെന്ന് അയാൾ മനസ്സിലോർത്തു. അവളിൽ ഒരു കണ്ണ് വേണമെന്ന് പറയണം. വല്ലാത്ത പ്രായമാണ്. പ്രലോഭനങ്ങൾക്ക് അടിപ്പെടാൻ എളുപ്പമാണ്. അഞ്ജലി ആൻറ്റിയെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ, പെട്ടെന്ന് അവൾ പറഞ്ഞു. അവളും മധുവും കൂടി ഒരു മാരേജിന് പോയിരിക്കുക.
വന്നപ്പോൾ തന്നെ സൗദാമ്മ പറഞ്ഞു, ഞാൻ വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്താ? അവർ എന്നോടൊന്ന് ചിരിച്ചത് പോലുമില്ല. കണ്ടപ്പോൾ തന്നെ മുഖം വീർത്തു കെട്ടി. അയാൾ ഒന്ന് ചിരിച്ചു. പഴയ ആളുകൾക്ക് പുതിയ ആളുകളുടെ മട്ടും ഭാവവും വേഷവും ഒന്നും അത്ര പിടിച്ചെന്ന് വരില്ല. ഞാനെന്നാൽ ഇനി സാരി ഉടുത്തുകൊണ്ട് വരാം, അപ്പോൾ ഇഷ്ടപ്പെടുമോ? അതൊക്കെ പോട്ടെ, നീ എന്തിനാ അഞ്ജലിയെ കാണണമെന്ന് പറഞ്ഞത്? അയാൾ ചോദിച്ചു. മമ്മിയുടെ നിർബന്ധം. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ഡിഗ്രിക്ക് ചേരാൻ പോവല്ലേ. ആൻറ്റിയുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് വായിക്കാൻ പറഞ്ഞു. അത് മുഴുവൻ കേൾക്കും മുമ്പേ ഞാൻ ഇറങ്ങി ഓടി. അവൾ പറഞ്ഞു. അതെന്താ? അങ്കിളിനെ കാണാമല്ലോ ഇവിടെ വന്നാൽ. എന്നെ എന്തിനാ കാണുന്നേ? അഞ്ജലിയല്ലേ കാണേണ്ടത്? യു ആർ എ ഹാൻസം മാൻ. അങ്ങനെയുള്ള ഒരു പുരുഷൻ്റെ സാമീപ്യം ഏത് പെണ്ണാണ് കൊതിക്കാത്തത്? കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു. ആർ യു ജോക്കിംഗ്? എന്ത് വേണേലും വിചാരിക്കാം. പ്രേംശങ്കർ മെല്ലെ എഴുന്നേറ്റു. അശ്വതി അയാളെ കൗതുകത്തോടെ നോക്കി. വാ, നമുക്ക് താഴേക്ക് പോകാം, അയാൾ പറഞ്ഞു. ഇവിടെ ഇരുന്നാൽ എന്താ? താഴേക്ക് പോകേണ്ട ഒരാവശ്യമുണ്ട്. എനിക്ക് മനസ്സിലായി. എന്ത്? അങ്കിളിന് എന്നെ പേടിയാണ്. എനിക്ക് നിന്നെ ഒരു പേടിയുമില്ല. വരുന്നെങ്കിൽ വാ. അയാൾ മുറിയിൽ നിന്നിറങ്ങി ഹാളിലേക്ക് വന്നു. പിന്നെ താഴേക്ക് സ്റ്റെയർ കേസ് ഇറങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അശ്വതിയും ഇറങ്ങി വന്നു. ഞാൻ പോവുകയാണ്, വടിയ മുഖത്തോടെ അവൾ പറഞ്ഞു. അഞ്ജലിയെ കാണണ്ടേ? അയാൾ ചോദിച്ചു. വേണ്ട, ഇരിക്ക്, അവൾ ഇപ്പോൾ വരും. അയാൾ പറഞ്ഞത് കേട്ടില്ലെന്ന മട്ടിൽ അവൾ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് സ്കൂട്ടർ എടുത്തു. ഓടിച്ചു പോയി. തൊട്ടാവാടിയാണല്ലോ പെണ്ണ്, പ്രേംശങ്കർ വിചാരിച്ചു. കുട്ടികളുടെ മനസ്സാണ്. അല്ലെങ്കിൽ പിന്നെ. 11:30 വിവാഹ മുഹൂർത്തം. മധുമതിയുമൊത്ത് കല്യാണ മണ്ഡപത്തിലെ മുൻവരിയിൽ തന്നെ അഞ്ജലി ഇരുന്നു. കല്യാണം നടക്കുമ്പോൾ മധുമതി ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. കല്യാണം കഴിക്കുന്ന ചേച്ചി എന്തിനാണമ്മേ ഇത്രയും മാലകൾ കഴുത്തിലിടുന്നേ? കല്യാണം കഴിക്കുന്ന ചേട്ടൻ എന്താ പാൻസ് ഇട്ടാൽ? ഓരോന്നിനും അവൾ അറിയാവുന്ന മറുപടികൾ പറഞ്ഞു കൊടുത്തു. എന്തിനാണമ്മേ അവർ കല്യാണം കഴിക്കുന്നത് എന്ന് മോൾ ചോദിക്കരുതേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. കല്യാണത്തിൻ്റെ ചടങ്ങുകൾ അവസാന ഘട്ടം എത്തിയപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലേക്ക് നീങ്ങാൻ തുടങ്ങി. ടീച്ചർ സ്റ്റേജിലേക്ക് വരണേ, ഫോട്ടോ എടുത്തിട്ടേ പോകാവൂ, സുമതിക്കുട്ടിയമ്മ വന്ന് അഞ്ജലിയോട് പറഞ്ഞു. കോളേജിൻ്റെ ഓഫീസിലെ ടൈപ്പിസ്റ്റാണ് സുമതിക്കുട്ടിയമ്മ. അവരുടെ മകളുടെ കല്യാണമായിരുന്നു. നിശ്ചയമായിട്ടും വരും. മധുമതിയോടൊപ്പം സ്റ്റേജിൽ ചെന്ന് വധൂവരന്മാരോടൊപ്പം ഫോട്ടോ എടുത്തിട്ടാണ് അവൾ ഭക്ഷണം കഴിക്കാൻ പോയത്. 1:30 അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ പ്രേംശങ്കർ. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? അയാൾ ചോദിച്ചു. വരന് യോജിച്ച വധു, രണ്ടുപേരും നല്ല ചേർച്ച. അതിൽ കൂടുതൽ എന്ത് വേണം? അപ്പോൾ നമ്മളെപ്പോലെയാണ്. അയാൾ പറഞ്ഞത് കേട്ട് അവൾ അറിയാതെ ചിരിച്ചുപോയി. അതിപ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പാട്ടാണ്. അമ്മേ, ലൈം ജ്യൂസ്. കല്യാണത്തിന് പോയപ്പോൾ കിട്ടിയ ചെറുനാരങ്ങ ഉയർത്തിക്കാട്ടി മധുമതി പറഞ്ഞു. മോൾക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം. മധുമതിയെയും കൊണ്ട് അവൾ കിച്ചണിലേക്ക് ചെന്നു. ഊണ് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി തുടച്ച് വെക്കുകയായിരുന്നു സൗദാമിനിയമ്മ. സൗദാമ്മ കഴിച്ചതേ ഉള്ളോ? അവൾ ചോദിച്ചു. അത്ര സുഖമല്ലാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി അവരുടെ മുഖം കണ്ടപ്പോൾ. എന്തു പറ്റി? അഞ്ജലി ചോദിച്ചു. മോള് പോയി കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണിവിടെ വന്നായിരുന്നു. ഏത് പെണ്ണ്? മനസ്സിലാകാതെ അവൾ ചോദിച്ചു. ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. 10-18 വയസ്സ് വരും. വൃത്തികെട്ട ഡ്രസ്സുമിട്ട്. മോളുണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. അങ്കിളുണ്ടോയെന്ന് അന്നേരം ഒരു ചോദ്യം. സാർ മോളിലാണെന്ന് ഞാൻ പറഞ്ഞു. വന്നത് അശ്വതി ആയിരിക്കുമെന്ന് പെട്ടെന്ന് അഞ്ജലിക്ക് തോന്നി. എന്നാൽ ഞാൻ പോയി കണ്ടോളാമെന്നും പറഞ്ഞ് മുകളിലേക്ക് ഒറ്റ ഓട്ടം. അടക്കോ ഒതുക്കോ ഇല്ലാത്ത ഒരു പെണ്ണ്, വെറുപ്പോടെ സൗദാമിനിയമ്മ പറഞ്ഞു. അത് അശ്വതിയായിരിക്കും സൗദാമേ, പ്രേമിൻ്റെ അപ്പച്ചിയുടെ മോൾ, കുസുമ ചേച്ചിയുടെ മോൾ. കഴിഞ്ഞ ആഴ്ച അവർ രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മോളുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ. ആരായാലും ആ പെണ്ണിനിവിടെ അധിക സ്വാതന്ത്ര്യം കൊടുക്കരുത് മോളെ. സാറിൻ്റെ അടുത്ത് വലിയ സംസാരവും ചിരിയുമായിരുന്നു. എനിക്ക് എത്ര അരിശം വന്നെന്നറിയാമോ? സൗദാമിനിയമ്മ അനിഷ്ടത്തോടെ പറഞ്ഞു. അഞ്ജലി അത് കേട്ട് ചിരിച്ചു. എൻ്റെ സൗദാമേ, അവൾ ഒരു കിലുക്കാൻ പെട്ടിയ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഉച്ചത്തിൽ ചിരിക്കും. അതിലൊന്നും ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ തന്നെ പ്രേം പക്വതയുള്ള ആളല്ലേ. എൻ്റെ മോളെ
ആണും പെണ്ണും ചേർന്നാൽ പ്രായവും പക്വതയും ഒക്കെ മറന്നു പോകും. എന്തായാലും ആ പെണ്ണിനെ ഇനി ഇവിടെ അധികം കയറ്റരുത്, ഒരകലം വെക്കണം. സൗദാമിനിയമ്മ ഉപദേശിച്ചു. ശരി, അവളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അവരെ സമാധാനിപ്പിക്കാനായി അഞ്ജലി ഏറ്റു. മധുമതിക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അവൾ പ്രേംശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നത്. അശ്വതി വന്നിരുന്നോ ഇവിടെ? അവൾ ചോദിച്ചു. നിന്നെ കാണാനാണ് വന്നത്. ഡിഗ്രിക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ. അവളെ സൗദാമിക്ക് അത്ര ഇഷ്ടപ്പെട്ട മട്ടില്ല. അതെന്താ? അവളുടെ വേഷവും ഭാവവും ഒന്നും പിടിച്ചു കാണത്തില്ല. അത് സാരമില്ല. പുതിയ കുട്ടികളുടെ രീതികളൊന്നും പ്രായമായവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ശരിയാണ്. ഞങ്ങളുടെ കോളേജിൽ തന്നെ ചില ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ചില സ്നേഹപ്രകടനങ്ങൾ കണ്ടാൽ നമ്മുടെ തൊലി ചുളുങ്ങിപ്പോകും. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കാനേ പറ്റൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നിനും ഒരു അതിർവരമ്പില്ല. എന്തും ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ധൈര്യവുമുണ്ട്. നമുക്കും ഒരു പെൺകുഞ്ഞാണുള്ളത്. അവൾ വളർന്നു വരുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അഞ്ജലി ആശങ്കയോടെ അയാളെ നോക്കി. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. അതേക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ കഴിയുന്നത്ര അവൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അതേ പറ്റൂ. അവർ അല്പനേരം നിശബ്ദരായിരുന്നു. അല്പനേരം കിടക്കുന്നുണ്ടോ? സൺഡേ പ്രേമിന് ഉച്ചമയക്കം പതിവുള്ളതാണല്ലോ, അവൾ ഓർമ്മിപ്പിച്ചു. ഇല്ല, എനിക്ക് ആ ബുക്ക് വായിക്കണം. അശ്വതി വന്നപ്പോൾ മടക്കി വെച്ച പുസ്തകം പ്രേംശങ്കർ വീണ്ടും എടുത്തു തുറന്നു. വൈകുന്നേരം എറണാകുളത്ത് നിന്ന് അന്നമ്മ ജോസഫിൻ്റെ വിളി വന്നു. അഞ്ജലി പെട്ടെന്ന് കോൾ എടുത്തു. അഞ്ജലി, ഐലൻഡ് എക്സ്പ്രസ്സിന് 2 സെക്കൻഡ് AC ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോവറും മറ്റേത് അപ്പറുമാണ്. അഞ്ജലിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അത് വേണമെന്നില്ല, അന്നമ്മയ്ക്ക് ഇഷ്ടമുള്ള ബർത്ത് എടുത്തോളൂ, അവൾ പറഞ്ഞു. എനിക്കിഷ്ടം അപ്പറാണ്. ഡൺ. രണ്ടുപേരും ചിരിച്ചു. രാത്രിയിൽ തണുപ്പ് കാണും. ഇപ്പോൾ മൈസൂറിൽ സ്വെറ്ററോ കമ്പിളിഷാളോ എടുക്കുന്നത് നല്ലതായിരിക്കും. താങ്ക്സ് അഞ്ജു, രണ്ടും എടുക്കാം. ശരി, വേറൊന്നുമില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. അഞ്ജലി ഉടൻ തന്നെ പ്രേംശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നു. ബാംഗ്ലൂർ ടിക്കറ്റ് 2 എണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. അന്നമ്മ ജോസഫ് ഇപ്പോൾ വിളിച്ചു. ആശ്വാസമായി. ഇനി അതോർത്ത് ടെൻഷൻ വേണ്ടല്ലോ. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോഴാണ് അശ്വതിയുടെ കാര്യം പെട്ടെന്ന് പ്രേംശങ്കറിന് ഓർമ്മ വന്നത്. കുസുമ ചേച്ചിക്ക് എന്തായാലും ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. അയാൾ മൊബൈലെടുത്ത് കുസുമ ചേച്ചിയെ വിളിച്ചു. എന്താ പ്രേം? പെട്ടെന്ന് അവർ കോൾ എടുത്തു. ചേച്ചി വീട്ടിലാണോ? അതെ. ചേട്ടനുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയി? പല്ലുവേദന, ഡോക്ടറെ കാണാൻ പോയേക്കുവാ. അച്ചുവോ? അവൾ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. എന്താ പ്രേം? അച്ചുവിനെക്കുറിച്ചൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അച്ചുവിനെക്കുറിച്ചോ? അവളുടെ സ്വരത്തിലെ ഭീതി അയാൾക്ക് അനുഭവപ്പെട്ടു. ഒന്നുമില്ല ചേച്ചി, നീ ഇങ്ങോട്ട് വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. വർക്ക് സൈറ്റിലേക്ക് ഒന്ന് പോകണം. കുസുമൻ ചേച്ചിയെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം. ഏറിയാൽ 1/2 മണിക്കൂർ. എന്താ ആലോചിക്കുന്നേ? വേഗം വാ. അവർ 2 പേരും വരുന്നതിനു മുമ്പേ കുസുമൻ ധൃതി കൂട്ടി. ഞാനിതാ വരുന്നു. വർക്ക് സൈറ്റിലേക്ക് പോകുന്നു എന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഗീതാറാണിയെ അറിയിച്ചിട്ട് പ്രേംശങ്കർ കാറെടുത്ത് പുറപ്പെട്ടു. അയാൾ ചെന്നപ്പോൾ കുസുമം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ചെറുതായി ഒന്ന് ഒരുങ്ങിയിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. എന്താ പ്രേം? അയാളുടെ കൈ പിടിച്ച് അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല ചേച്ചി, നീ ഇരിക്കെ. അയാളെ പിടിച്ച് സെറ്റിയിലിരുത്തി അവൾ തൊട്ടടുത്ത് ചേർന്നിരുന്നു. അവൾ അപ്പോഴും അയാളുടെ കൈ വിട്ടില്ല. 1-2 തവണ ഞാൻ അച്ചുവുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സൺഡേ അവൾ വീട്ടിലും വന്നു. പ്രായത്തിൻ്റെ ചില ഇളക്കങ്ങൾ അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി. അവൾ നിന്നോടെന്തെങ്കിലും? ഞെട്ടലോടെ കുസുമൻ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു നിസ്സാര മട്ടിലാണ് അവൾ കാണുന്നത്. ഒന്നിനും ഒരു പേടിയില്ലാത്തതുപോലെ. വല്ല ചീത്ത കൂട്ടുകെട്ടിലും ചെന്ന് ചാടിയാലോ? അവളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഞാൻ. പെട്ടെന്ന് കുസുമത്തിൻ്റെ മുഖം വാടി. അവളെ ഇവിടെ ഏതെങ്കിലും കോളേജിൽ ചേർക്കാൻ തീരുമാനിച്ചതും ഞാനിങ്ങ് പോരാമെന്ന് വെച്ചതും വെറുതെയൊന്നുമല്ല പ്രേം. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരു നിമിഷം അവൾ നിശബ്ദയായി. അതൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പ്രേംശങ്കർ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അയാളുടെ കൈ മുറുകെ പിടിച്ചു. അടുത്ത ഭാഗം നാളെ.